ഇപ്പം ഒ ടി ടിയുടെ കാലമാണ് അല്ലേ. പുതിയ പുതിയ സിനിമകൾ എത്തുന്നു, ഒ ടി ടിയിലേക്ക് വരുന്നു. അപ്പം നമ്മുടെ തുടരും വിജയകരമായി പ്രദർശനം തുടരുന്നതിനിടയിലാണ് ഒ ടി ടിയിൽ എത്തുന്നത്. കഴിഞ്ഞ ദിവസം ഒ ടി ടിയിൽ വന്നു, ഇപ്പോഴും തിയേറ്ററിൽ ഓടുന്നു. അങ്ങനെ വിജയകരമായി പൂർത്തീകരിക്കുന്നതിനിടയിലാണ് ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. റിപ്പോർട്ടർ ന്യൂസാണ് ഇത് പുറത്തുവിട്ടത്. നമ്മുടെ പ്രമുഖ നടനായ മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങളാണ് ബഫൂക്കയും ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രവും. ഇത് രണ്ടും ഒ ടി ടിയിൽ എത്തിയിട്ടില്ല. ടി ടിയിലെ ധ്രുവ നക്ഷത്രമാകുമോ ബഫൂക്കയും ഡൊമിനിക്കും എന്ന് ആരാധകർ ചോദിച്ചു തുടങ്ങി എന്ന ഹെഡിങ്ങുമായിട്ടാണ് റിപ്പോർട്ടർ ഇത് പ്രസിദ്ധീകരിച്ചത്. അപ്പം ഇത് ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഏതായാലും ഇതിനൊരു കാലഘട്ടം മുമ്പുള്ള, കുറച്ച് ദിവസം മുമ്പുള്ള ഒരു കാലഘട്ടം ഞാൻ പരിശോധിച്ചാൽ ജനുവരിയിൽ അന്ന് ഡൊമിനിക്കും തുടരുമാണ് റിലീഫ് ചെയ്യാനിരുന്നത്. ജനുവരി മാസം 2025. അതിന് മുമ്പുള്ള കാലഘട്ടം നമുക്കറിയാമല്ലോ. മോഹൻലാൽ വിമർശകർ മോഹൻലാലിനെ എടുത്ത് താറുടുത്ത് നടക്കുന്ന കാലമാണ്. മോഹൻലാലിൻ്റെ വീഡിയോയ്ക്ക് താഴെ നമുക്കും കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് അല്ലേ. മോഹൻലാൽ എന്ന് പറയുമ്പം തന്നെ ബെറോഫും കുഞ്ഞാലി മരക്കാരും ഒക്കെ പറയുന്ന ഒരു കാലമായിരുന്നു. അതിനിടയിലാണ് തുടരും ഒ ടി ടിയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ തുടരും റിലീഫ് മാറ്റിവെച്ചു എന്ന് പറയും. അപ്പം തന്മൂർത്തി തന്നെ വന്ന് പറഞ്ഞു ഒ ടി ടി അത് കിട്ടിയില്ല, ഒ ടി ടി എഗ്രിമെൻ്റ് സൈൻ ചെയ്തില്ല, അതുകൊണ്ടാണ് തുടരും മാറ്റിവെച്ചത് എന്ന് തന്മൂർത്തി തന്നെ പറഞ്ഞു. അതിനിടയിൽ പലരും വിമർശനമായിട്ട് വന്നു. മോഹൻലാൽ ആരാധകരെ, നിങ്ങളറിഞ്ഞോ, മോഹൻലാലിനെ ഒ ടി ടിക്ക് പോലും വേണ്ട, ലാലേട്ടൻ ചിത്രത്തിന് ഒ ടി ടിക്ക് പോലും വേണ്ട, തിയേറ്ററുകാർ ചുമ കളഞ്ഞു, ജനങ്ങൾ തിരസ്കരിച്ചു, അവസാനം ഒ ടി ടിക്ക് പോലും വേണ്ട എന്ന് പറഞ്ഞ് കളഞ്ഞു എന്ന് പല മമ്മൂട്ടി ആരാധകർ എന്ന് വിശേഷിപ്പിക്കുന്ന പല യൂട്യൂബ് ചാനലുകളും വീഡിയോ ചെയ്ത് ഞാൻ കണ്ടായിരുന്നു. നമ്മളൊന്നും മിണ്ടിയില്ല, കാരണം നമുക്ക് വോയിസില്ല. കാരണം ലാലേട്ടൻ ചിത്രങ്ങൾ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഒ ടി ടി എഗ്രിമെൻ്റ് സൈൻ ചെയ്തില്ല എന്നുള്ള പേരിൽ തുടരി എന്ന ചിത്രം മാറ്റിവെക്കുന്നു. എമ്പുരാൻ്റെ ഒ ടി ടി ഒന്നും ആകുന്നുമില്ല. ഇതിനിടയിൽ ആരെന്ത് പറഞ്ഞാലും വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനല്ലേ വിധിക്കപ്പെട്ടവരല്ലേ മോഹൻലാൽ ആരാധകർ. മോഹൻലാൽ ആരാധകർ കുറച്ച് നാൾ മുമ്പ് എന്തും കേൾക്കാൻ സന്നദ്ധരായിട്ടാണ് ഇരുന്നത്. ചിലവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയിട്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളം തേങ്ങുകയായിരുന്നു അല്ലേ. അപ്പം മമ്മൂട്ടിയുടെ ആരാധകർ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടു. തുടരുന്ന ചിത്രം മോഹൻലാലിൻ്റെ തുടരും ഒ ടി ടിക്ക് പോലും വേണ്ട, അതുകൊണ്ടാണ് റിലീഫിങ് മാറ്റിവെച്ചത്. പിന്നെ എമ്പുരാൻ്റെ ഒ ടി ടി പ്രശ്നങ്ങൾ അതും മാറ്റിവെക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങൾ ഇരിക്കുമ്പോഴാണ് ഈ ബഫൂക്കയുടെയും ഡൊമിനിക്കിൻ്റെയും ഒ ടി ടി എന്തുകൊണ്ട് കിട്ടിയില്ല. ഡൊമിനിക് എന്ന് പറയുന്നത് ജനുവരി റിലീസായ ചിത്രമാണ്. ഇപ്പം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ഇത്രയും മാസമായി. എന്നിട്ട് പോലും ഒ ടി ടിക്ക് വേണ്ടേ? മമ്മൂട്ടിയുടെ ചിത്രം ഒ ടി ടിക്ക് വേണ്ടേ? ബഫൂക്ക റിലീഫ് ചെയ്തു, അതിനുശേഷം ഇത്രയും നാളായി. അതിൻ്റെ കൂടെയുള്ള മരണമാസം എന്ന ചിത്രം ഒ ടി ടി വന്നു. പക്ഷെ എന്നിട്ട് ബഫൂക്കയുടെ ഒ ടി ടി പ്രഖ്യാപനങ്ങളൊന്നും വന്നില്ല. അവസാനം ആരാധകർ തന്നെ, മമ്മൂട്ടി ആരാധകർ തന്നെ ഭാഗികമായിട്ട് ചോദിച്ചു പോയി, ഒ ടി ടിയിലെ ധ്രുവ നക്ഷത്രമാവുകയാണോ ബഫൂക്കയും അതുപോലെ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന ചിത്രം പ്രേക്ഷക പിന്തുണ കിട്ടിയ എല്ലാ റിവ്യൂവർമാരും ഒരേ സ്വരത്തിൽ നല്ല അഭിപ്രായം പറഞ്ഞ ചിത്രമായിരുന്നു. പക്ഷെ തിയേറ്ററിൽ കളക്ട് ചെയ്ത ഏകദേശം 20 കോടിയാണ്. ബഫൂക്കയുടെ കളക്ഷൻ നമുക്കറിയാം 25 കോടി. അങ്ങനെ എല്ലാ 2 ചിത്രങ്ങളും കൂടെ, മമ്മൂട്ടിയുടെ 2 ചിത്രങ്ങളും കൂടെ 50 കോടി തികച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷമഘട്ടത്തിലൂടെയാണ് മമ്മൂട്ടി ആരാധകർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇതൊരു വിഷയമല്ല. നമ്മളെപ്പോഴും പറയുന്ന പോലെ ആ പാവം മനുഷ്യനെ, മമ്മൂട്ടി എന്ന് പറയുന്ന ആ മഹാനായ നടനെ പേര് ചീത്തയാക്കാൻ വേണ്ടി കുറച്ച് ആരാധകരെന്ന് പറയുന്ന കുറച്ച് പേര് വരും. അത് സ്ഥിരമായിട്ടുള്ളതാണ്. ഇവന്മാരൊട്ട് പടം തിയേറ്ററിൽ പോയി കാണുമോ? അതുമില്ല. ഞാനൊരു പ്രാവശ്യം പറഞ്ഞതാണ്,
എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അത്രയും പോലും കളക്ഷൻ ഈ ഡൊമിനിക്കിനും ഇതിനും കിട്ടിയില്ല എന്നുള്ളത്. അവന്മാരെല്ലാം കൂടെ ഒന്നോ രണ്ടോ പ്രാവശ്യം ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആ ചിത്രം വിജയിച്ചേനെ. അതുപോലെ പൂരത്തെറിയും നമ്മളെ പള്ളും പറഞ്ഞുകൊണ്ടായിരുന്നു കമൻറ്റുകൾ ഇട്ടുകൊണ്ട്. അപ്പോൾ തിയേറ്ററിൽ പോയി പണം കാണത്തില്ല. അതാണ് മമ്മൂട്ടിയുടെ ആരാധകർ എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ ആരാധകരൊന്നുമല്ല, മമ്മൂട്ടിയെ സ്നേഹിക്കുന്നവർ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. മമ്മൂട്ടിയെ എന്ന് പറയുന്ന ആ മഹാനടൻ്റെ പേര് ചീത്തയാക്കാനായിട്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഫേക്ക് ഐ ഡിയിൽ നിന്നായിരിക്കും മിക്കവാറും വരുന്നത്. അപ്പം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ എന്തോ മമ്മൂട്ടി ആരാധകരെയും മോഹൻലാൽ ആരാധകരെയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കുക എന്നൊക്കെയുള്ള തന്ത്രങ്ങളാണ് പ്രയോഗിക്കുന്നത്. അപ്പം നമ്മൾ എന്നും നല്ല ചിത്രങ്ങളെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ബെഫൂക്കയും ഇതുപോലെ ഡൊമിനിക്ക് എന്ന് പറയുന്നത് സാമാന്യം ഇപ്പം OTT വരുന്ന പല ചിത്രങ്ങളെ അപേക്ഷിച്ച് നല്ലൊരു ചിത്രമാണ്. അത് ബെഫൂക്ക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കാണാൻ OTTയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ ആരാധകരൊക്കെ ഉള്ളത്. പക്ഷേ എന്തുകൊണ്ട് ആ ചിത്രം വരുന്നില്ല എന്ന് എനിക്കും സംശയമാണ്. എന്താണ്? അപ്പം അന്ന് ഈ മമ്മൂട്ടി ആരാധകർ പറഞ്ഞ 2 ചിത്രങ്ങളുണ്ട്, തുടരും അതുപോലെ എമ്പുരാൻ. ഈ 2 ചിത്രങ്ങളും OTT വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പണ്ട് പറയുന്ന പോലെ മാളിക മുകളിൽ ഏറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് അവസ്ഥ. അന്ന് 2 മാസത്തിന് മുമ്പ് മോഹൻലാൽ ആരാധകരുടെ തോളിലായിരുന്നു മാറാപ്പൊക്കെയാണ്. പിന്നാണ് മാളിക മുകളിൽ ഏറുന്നത് അല്ലേ ഇപ്പോഴും. അപ്പോൾ ഇതൊക്കെ മാറി മറിയാം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം 2024 എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെയും കുറച്ച് യുവതാരങ്ങളുടെയും കയ്യിലായിരുന്നു. അന്ന് മലയാള സിനിമയുടെ കളക്ഷൻ 2023-24 കാലഘട്ടത്തിലൊക്കെ എടുക്കുമ്പോൾ മലയാള സിനിമയുടെ മൊത്തം കളക്ഷൻ എടുത്തിട്ട് എല്ലാവരുടെയും കൂടെ പേരുണ്ട്. ടൊവിനോയുണ്ട്, പൃഥ്വിരാജുണ്ട്, നമ്മുടെ ബേസിൽ ജോസഫ് ഉണ്ട്, നസ്ലിനുണ്ട്, ജയസൂര്യയുണ്ട്, മമ്മൂട്ടിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരാളുടെ പേര് മാത്രം മിസ്സായിരുന്നു. മോഹൻലാൽ എന്ന് പറയുന്ന ആ മഹാനായ നടനെ. അയാളുടെ കാലം കഴിഞ്ഞു, അയാൾ എനിക്കില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയതാണെന്ന് ഓർക്കണം. പക്ഷെ 2025 കഴിഞ്ഞപ്പം എന്ത് സംഭവിച്ചു? ഈ കൊല്ലം ഇറങ്ങിയ ചിത്രങ്ങളിലെ എല്ലാ ചിത്രങ്ങളുടെയും കൂടെ കളക്ഷൻ കൂട്ടിയാൽ അതിൻ്റെ ഇരട്ടിയാണ്. ആകെ 346 കോടി എങ്ങാണ്ടുമാണ് കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. അതിൽ 200 കോടിക്ക് മുകളിലും മോഹൻലാൽ ചിത്രങ്ങൾ 2 ചിത്രങ്ങൾ നേടിത്തന്നു എന്നാണ് പറയുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ബാക്കി എല്ലാവരും കൂടെ മലയാള സിനിമയെ തൂക്കിയെങ്കിൽ ഈ കൊല്ലം ഒറ്റയ്ക്കൊരു മനുഷ്യൻ തൂക്കിയിരിക്കുക മലയാള സിനിമ മൊത്തം. അപ്പം നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനൊന്നും തയ്യാറല്ല. ഞാൻ പറഞ്ഞു, മമ്മൂട്ടി സിനിമകളും വിജയിക്കട്ടെ, മോഹൻലാൽ സിനിമകളും വിജയിക്കട്ടെ. ഇത് മലയാള സിനിമയുടെ വസന്തത്തിൻ്റെ കാലമാണ്. പുതിയ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. എമ്പുരാനിലൂടെ, തുടരും എന്ന ചിത്രത്തിലൂടെയുള്ള വിദേശ മാർക്കറ്റൊക്കെ നമുക്ക് കാണിച്ചു തന്നിരിക്കുക. അപ്പം എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ. അപ്പം ഇപ്പം ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. കാരണം നമുക്കൊന്ന് ഓർമ്മിപ്പിക്കണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ആരായി മാറും അല്ലേ? പണ്ട് നമ്മൾ കേട്ടതിനും പിടിച്ചതിനും ഒന്നും ഇപ്പം ആരും കുറ്റപ്പെടുത്തിയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.